രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുടെ പ്രവൃത്തി പൊതുവെ പരിശോധിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും സമയബന്ധിതമായി ബാക്കി വരുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാനും വേണ്ടി കാര്യങ്ങൾ ആലോചിക്കാനാണ് നേരിട്ട് ഈ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ പ്രവർത്തനം കാണുന്നുണ്ട്. ദുബായ് മറീന മോഡൽ അല്ലെങ്കിൽ സിംഗപ്പൂരിലൊക്കെ ഉള്ളതുപോലെ ഈ ബീച്ചിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. നിരവധി പേർ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിൽ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഡ്രൈവിൻ ബീച്ചിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും വേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതിനെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന നിലയിലേക്ക് സഞ്ചാരികൾക്ക് കേരളത്തിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ 233 കോടി 71 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിഫ്ബിയുടെ ധനസഹായത്താൽ കിഡ്ക്ക് SPVI ULCCS പ്രവൃത്തി നടത്തിക്കൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. തീരദേശം സംരക്ഷിച്ചുകൊണ്ടും വാക്ക്വേ മറ്റ് സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ജനങ്ങൾ പൊതുവെ ചൂണ്ടിക്കാട്ടുന്നൊരു പ്രശ്നമാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ അപര്യാപ്തത. ഏകദേശം 4 കിലോമീറ്ററാണ് ഇതുപോലെ നവീകരിച്ചിട്ടുള്ളത്. 3.8 3 കിലോമീറ്റർ 800 മീറ്റർ. അതിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, വാക്ക്വേ, ഫുഡ് കിയോസ്കുകൾ, മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ, വിനോദത്തിനായുള്ള മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ദുബായ് മറീന മോഡൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിങ്ങൾ ആശ്രയിച്ചത്. നിങ്ങൾ എത്ര പേര് അവിടെ പോയിട്ടുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നേരിട്ട് പോയവർക്കും വീഡിയോയിലൂടെയും യൂട്യൂബിലും മറ്റും കണ്ടവർക്കൊക്കെ അറിയാം. അതിനേക്കാൾ മനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശം മാറാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഫിസിക്കൽ പ്രോഗ്രസ് ഏകദേശം 70% ആയി കഴിഞ്ഞു. ഇനി 30% പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. ഞങ്ങളിതിൻ്റെ അവലോകന യോഗങ്ങൾ നടത്താറുണ്ട്. ഇന്നത്തെ ഈ പരിശോധന കൂടി നടത്തിയതിന് ശേഷം ഇതിൻ്റെ അവലോകന യോഗം നടത്തും. അതെ, സ്വിമ്മിംഗ് പൂൾ, സ്പാ എന്നീ സൗകര്യങ്ങളും അടങ്ങിയതാണ്. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്. വലിയൊരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നതും ടൂറിസം വകുപ്പ് പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യം ഈ സഞ്ചാരികളൊക്കെ വരുന്ന ടാക്സി ഡ്രൈവർമാർക്ക് താമസിക്കാൻ സ്ഥലമില്ല, ബാത്റൂം പോകാൻ സ്ഥലമില്ല. ഞങ്ങൾ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ആ സൗകര്യം വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നു. പ്രധാനപ്പെട്ട 5 സ്റ്റാർ ഹോട്ടൽ ഉടമകളെയും മറ്റും വിളിച്ചു ചേർത്ത് അവരോടും പറഞ്ഞിട്ടുണ്ട്. ടാക്സി ഡ്രൈവേഴ്സിനും മറ്റും ദീർഘദൂര യാത്ര, എത്ര ദൂരത്തിന് യാത്ര ചെയ്ത് അവർ വരുന്നു. വണ്ടി ഓടിച്ച് ക്ഷീണിതരായി അവർ വരുമ്പോൾ അവർക്കവിടെ ഒന്ന് ഡ്രസ്സ് മാറാനോ ഒത്തിരിയേരൊന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂം പോകാനുള്ള സൗകര്യമില്ല. അത് ഒരുക്കണമെന്ന് പൊതുവെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് ഇവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ഡ്രൈവർമാർക്കുള്ള താമസ സൗകര്യമുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഫിസിക്കൽ പ്രോഗ്രസ് പരിശോധിച്ചു. 55% ഫിസിക്കൽ പ്രോഗ്രസ് ആയി എന്നുള്ളതാണ് അത് കണ്ടിട്ടുള്ളത്. ഈ 2 പദ്ധതിയും മുഴപ്പിലങ്ങാട് ധർമ്മടം ആദ്യ ഫേസാണ്, ഫസ്റ്റ് ഫേസ് പൂർത്തീകരണം. മുഴപ്പിലങ്ങാട്ട് 3 സ്റ്റാർ ഹോട്ടൽ പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടുത്തെ മുഖച്ഛായ തന്നെ മാറും. കൂടുതൽ സഞ്ചാരികൾ വരും. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ്. കാർ ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല. അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം 4 കിലോമീറ്റർ 3.8 കിലോമീറ്റർ മനോഹരമായി വാക്ക്വേ, മറ്റ് സൗകര്യങ്ങൾ, ദുബായ് മറീന, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഒക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു. താമസിക്കാൻ 3 സ്റ്റാർ ഹോട്ടൽ വരുന്നു. ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരള പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ ടൂറിസത്തിന് വലിയ കുതിപ്പിന് കാരണമായി മാറും. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശം
മാറും. ഇതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് സാമൂഹികവും സാമ്പത്തികവുമായ അഭിവൃദ്ധിക്ക് കാരണമായി ഈ വികസന പ്രവർത്തനം മാറി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം അതെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പുല്ലൂപ്പിക്കടം അല്ലേ, അഴീക്കോട് മണ്ഡലം, ഇന്ന് രാവിലെ ഒരു വാർത്ത ഉണ്ടായിരുന്നത് സർവ്വകാല റെക്കോർഡ് വേഗത്തിലാണ് ഈ ഗവൺമെൻറ് വന്ന ഉടനെ സ്ഥലം പോയി നോക്കി അതിൻ്റെ പ്രവർത്തി പൂർത്തീകരിച്ചത്. അതിന് മറ്റു ചില വിഷയങ്ങളുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA സുമേഷ് വലിയ ഫോണിൽ സംസാരിച്ചു. മറ്റു ചില വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. അത് എങ്ങനെയാണ് ഇടപെടാൻ വേണ്ടി പറ്റുക എന്നുള്ളത് മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട എന്തായാലും അതിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്ന പോലെ തന്നെ ഇത്ര വേഗത്തിൽ അത് പൂർത്തീകരിച്ചതിന് അഭിനന്ദിക്കാനും ബാക്കി വിഷയങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും അഭിനന്ദിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മറ്റു കാര്യങ്ങൾ എങ്ങനെ ഇടപെടാൻ വേണ്ടി എല്ലാ വകുപ്പുകളെയും ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ മുൻകൈ എടുക്കും. ഇപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ബന്ധപ്പെട്ട അടിയന്തരമായി എങ്ങനെ അത് പരിഹരിക്കാനുള്ള യോഗം നടത്തുകയാണ്. ഒന്നും പറയുന്നില്ല. പുതുവത്സര സമ്മാനം ജനുവരി മാസം, ചിലപ്പോൾ അതിന് മുമ്പോ ഇപ്പോൾ അതിന് മുമ്പായാലും നിങ്ങൾ പുതുവത്സര സമ്മാനമായി കണക്കാക്കിയാൽ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ആവും. ഡിസംബർ മാസം ആയാലും അത്ഭുതപ്പെടണ്ട. ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് പോയാലും നിങ്ങൾ അത് വെച്ചിട്ട് നടപ്പിലായി. പുതുവത്സര സമ്മാനം 2025 കേരളത്തിൻ്റെ NTDC നമ്മളിപ്പോൾ സ്പീഡാക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളൊരു മീറ്റിംഗ് ഇരിക്കും. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ 2 പദ്ധതിയും അനുഭവിക്കാൻ നിങ്ങൾ പറഞ്ഞ വിഷയം ഉൾപ്പെടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും സ്വീകരിച്ചാണ്. വേറെ നമുക്ക് പറയാം. പ്രധാനപ്പെട്ട 2 അല്ല ഞാൻ പറയുന്നത് ഈ സർക്കാരിൻ്റെ ഭാഗമായി അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിലായിട്ട് സംസാരിച്ചത്. ഞാനതിൽ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി സംസാരിച്ചു, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ സംസാരിച്ചു. ഇനി മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആദ്യം തന്നെ ആലോചിച്ച് ബന്ധപ്പെട്ടവർ സംസാരിച്ചു. അല്ല, അത് ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളെ അറിയിക്കും. വയനാട് ഓഫീസുകളൊക്കെ തന്നെ സ്കൂൾ ചിലയിടങ്ങളിൽ അവിടെ കൂട്ടത്തിൽ വളഞ്ഞു കിടക്കുന്ന വാർത്തകൾ ആ കാര്യത്തിൽ എന്തെങ്കിലും യുദ്ധകാല അടിസ്ഥാനത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത്. ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ 4 മാർഗങ്ങളിൽ 4ാമത്തെ മാർഗമാണ് സർക്കാർ സ്വയം ബന്ധുവീടുകൾ തിരഞ്ഞെടുക്കുന്നത്. 2 വാടക വീടുകൾ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ടാണ് സ്വയം വാടക വീട് തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന വാടക വീടുകൾ. അതിൽ 4ാമത്തെയാണ് സർക്കാർ ക്വാർട്ടേഴ്സ്. അത് പൊതുവെ എല്ലാവരും വലിയ നിലയിൽ പിന്തുണച്ച ഒരു നീക്കമാണ്. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ഏതെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം. അടിയന്തരമായിട്ട് ഇല്ല, അങ്ങനത്തെ പ്രശ്നം നിലവിലില്ല. വളരെ നല്ല നിലയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ക്യാമ്പിൽ കഴിയുന്നവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ അതിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ക്യാമ്പ് എന്ന് പറയുമ്പോൾ മാസങ്ങളോളം നീളാറുണ്ട്. എന്നാൽ ഇത്തവണ ഞങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂൾ എന്നുള്ള നിലയിൽ ജോലിൻ്റെ കൊടുക്കലിൻ്റെ അനിവാര്യത കൂടി മനസ്സിലാക്കി വളരെ നല്ല നിലയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിജയകരമായിട്ടാണ്. വീട് നോക്കുമ്പോൾ അഡ്വാൻസ് അത്തരം പരാതികളിൽ അവിടുത്തെ വയനാട്ടിലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മന്ത്രിമാർ
സമയം വൈകാതെ തന്നെ കേന്ദ്രത്തിന് അറിയിക്കും.